ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതും വിശുദ്ധമായി ജീവിക്കുന്നതും വിശുദ്ധമല്ലാതെ ജീവിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയണം. കൃപയുള്ളതും കൃപയില്ലാത്തതും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫ് മെനന്തസിൻ്റെ ആ പുസ്തകത്തിൽ ഞാൻ വേറൊരു ഭാഗത്ത് വായിച്ചു. ഇങ്ങനെയാണ്, ഒരു ദിവസം ജോസഫ് മെനന്തസ് ഇങ്ങനെ പോകുന്ന സമയത്ത് നരകത്തിൽ ഒരു ഇരുൾ കുഴിയിൽ കിടന്ന് വലിയ വായിൽ കാറിച്ച എന്ന് പറഞ്ഞാൽ സോ ടെറിഫിക്, സോ ഫിയർഫുൾ, അത്രയും ഭയാനകമായ ഒരു കാറിച്ച കേൾക്കാം. നോക്കുമ്പോൾ ഒരു 15-year-old ഗേൾ കാർ കാണാം. I saw several souls fall into hell, and among them was a child of 15, cursing her parents for not having taught her to fear God, nor that there was a hell. എന്താ അതിൻ്റെ അർത്ഥം എൻ്റെ മക്കളെ? അതായത് ഒരു 15 വയസ്സുള്ള കുട്ടി വലിയ നരകത്തിൻ്റെ വലിയൊരു ഇരുൾക്കുഴി കടന്ന് കാറി കേഴ്സ് ചെയ്യാണ്. ആരെ കേഴ്സ് ചെയ്യണത്? She was cursing her parents. എന്താ പറയണത് റീസൺ? അവർ പറയാണ്, എനിക്ക് കമ്പ്യൂട്ടർ വാങ്ങി തന്നു, എനിക്ക് പിന്നെന്താ എന്താണ് എനിക്ക് മൊബൈൽ വാങ്ങി തന്നു, പിന്നെ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങി തന്നു, നല്ല വീട് വെച്ച് തന്നു, റൂം തന്നു, ബാംഗ്ലൂരോ അല്ലെങ്കിൽ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ അല്ലാതെയോ എവിടെ വിട്ട് പഠിപ്പിച്ചു, പിന്നെയോ നല്ല ഡ്രസ്സ് വാങ്ങി തന്നു, നല്ല ഫുഡ് വാങ്ങി തന്നു, ബർഗർ വാങ്ങി തന്നു. ഇവിടെ ബർഗർ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. പിന്നെ ചെരുപ്പ്, ഇയർഫോൺ എല്ലാം വാങ്ങി തന്നു. കൊടൈക്കനാലിൽ കൊണ്ടുപോയി. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എനിക്ക് എന്ത് തന്നില്ല? എന്ത് തന്നില്ല? ഫിയർ ഓഫ് ഗോഡ്. വെരി ഗുഡ്. ഫിയർ ഓഫ് ഗോഡ്. ദൈവത്തെ ഭയപ്പെടാൻ എന്നെ പഠിപ്പിച്ചില്ല.